ഹലോ ഗായ്സ്, വെൽക്കം ടു ഗെയിം ടൈം. അപ്പോൾ ഗൈസ്, നമ്മൾ ഡാർക്ക് റെഡിൽ മാർസ് സിറ്റി ഡാർക്ക് റെഡിൽ 2 മാർസ് സിറ്റിയുടെ ലാസ്റ്റ് പാർട്ട് 2 ഫൈനൽ പാർട്ടാണ് ഇന്ന് കളിക്കാൻ പോകുന്നത്. നമ്മളിത് ഒരു പുതിയ സ്ഥലത്തോട്ട് എത്തിക്കഴിഞ്ഞിട്ടാണ് നമ്മളിനി കളിക്കാൻ പോകുന്നത്. ഇപ്പോൾ കണ്ടില്ലേ ഗൈസ്, ലബോറട്ടറി അവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഡാർക്ക് റെഡിൽ പാർട്ട് 3 ആണ്. ഇത് സ്ട്രേഞ്ച് ഇല്ല ഗൈസ്, നമ്മൾ കണ്ടില്ലായിരുന്നാ നമ്മുടെ ആ മുയലും മറ്റേ സയൻറ്റിസ്റ്റും മറ്റേ ആ നിഞ്ച കണക്കത്തെ ആൾക്കാരൊക്കെ ആണ് ഗൈസ്. നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് ഗെയിം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ഹിന്ദി ഓപ്പൺ ദ സീക്രട്ട് ഡോർ ഗൈസ്. നമ്മളാ മറ്റേ ക്രാബ് വാട്ടർ മാരിക്ക് കൊണ്ട് കൊടുത്ത് ഈ സ്ഥലവും കണ്ടുപിടിച്ച്. അപ്പോൾ ഇത് നമ്മളിനി ഓപ്പൺ ചെയ്യണം ഗൈസ്. ഗൈസ്, എനിക്ക് തോന്നുന്നു മറ്റേ ഇൻസുലേഷൻ പാസ്സാ എന്തോ ഒരു സംഭവം ഇല്ലേ തുറക്കാം. അത് എനിക്ക് തോന്നുന്നു ആ മാരി നമ്മളെ തന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. മറ്റേ സംഭവമാണെന്ന് തോന്നുന്നു ഗൈസ്. നമ്മളാ മറ്റേ അറ്റിക്കില്ലേ, ഗെറ്റ് ടു ദ അറ്റിക്ക്, നമ്മുടെ ലിഫ്റ്റിൽ കയറിപ്പോയ സ്ഥലം, അതാണെന്ന് തോന്നുന്നു. ആ സാധനമാണെന്ന് തോന്നുന്നു ഇവിടെ വേണ്ടത്. അല്ലെങ്കിൽ മാരി നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തന്നാണ് ഗൈസ്. അതല്ലാതെ തുറക്കത്തില്ല. ആ സാധനം നമുക്ക് മാരി ഉണ്ടാക്കി ഗൈസ്. എന്താണ് ഓ ഗൈസ്, നമ്മുടെ പഴയ സ്ഥലത്തോട്ട് പോകാനുള്ളത്. ഗൈസ്, നമ്മുടെ ഡാർക്ക് റെഡിൽ 1 പോലെ നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് പഴയ സ്ഥലത്തോട്ട് പോകാൻ സിമ്പിളാണ് ഗൈസ്. ഇവിടെ സ്റ്റാഫ് ഓൺലി എന്നൊക്കെ എഴുതിയിരിക്കുന്ന സ്ഥലം ഇവിടെ എന്താണെന്നാണ് നമുക്കിനി ബാക്കി ഡോർ ഗൈസ്. ഇവർക്ക് വല്ലതും പറയാനുണ്ടോ? ഇല്ല. ആ ഗൈസ്, അപ്പോൾ ഗൈസ് ഇൻട്രൊഡക്ഷനൊക്കെ അപ്പോഴും ഉണ്ട് ഗൈസ്. 2 ഇൻട്രൊഡക്ഷൻ സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പോൾ ആരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ആരും മറക്കരുത്. അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയ സ്ഥലത്തെ ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. നമ്മൾ സ്ഥലം എത്തി ഗൈസ്. എക്സിറ്റ് ദ മൊഡ്യൂളാണ് ഗൈസ്. ഇത് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ കുറച്ചും മൊഡ്യൂളിൽ എക്സിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ മറ്റേ സംഭവത്തിൽ കയറി ചാടി പുറത്ത്. അപ്പോൾ നമ്മുടെ പഴയ സ്ഥലത്താണ് എത്തിയത്. ഇൻസ്പെക്ട് ദ ബാരിയർ എന്നൊക്കെ കാണിച്ചിട്ടുണ്ട് ഗൈസ്. ഇൻസ്പെക്ട് ദ ബാരിയർ. നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു 10 പൈസ ഇല്ല ഗൈസ്. ഉള്ള എത്ര രൂപ വെച്ച് നമ്മൾ ഹിൻ്റ് എടുത്ത് സീക്രട്ട് ഡോർ നമുക്കറിയായിരുന്നു. നമ്മൾ വെറുതെ ഹിൻ്റ് എടുത്ത് ഗൈസ്. കറക്റ്റ് 75 രൂപ എങ്ങാണ്ട് ഉള്ളായിരുന്നു. ഇപ്പോഴത്തേക്കും തീർന്നു ഗൈസ്. പക്ഷെ എന്താണ്, ഈ പെട്ടി തുറക്കാൻ പറ്റും, പെട്ടിയിലും എല്ലാം കിട്ടും ഗൈസ്. എക്സ്പ്ലോർ ദ ലെഫ്റ്റ് ടണൽ ഗൈസ്. ലെഫ്റ്റ് ടണൽ എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വന്ന് ഗൈസ്, വന്നേ. ഗൈസ്, നമ്മുടെ പഴയ സ്ഥലം. തൽക്കാലം നമുക്ക് ലെഫ്റ്റ് ടണൽ എക്സ്പ്ലോർ ചെയ്യണ്ട. നമ്മുടെ നൈബർ വന്നു ലെഫ്റ്റ് ടണലിൽ. ഗൈസ്, ഇവിടെ വല്ലതും ഉണ്ട്. ഗൈസ്, ഒരു ആപ്പിൾ ഇരിക്കണം. ഓക്കെ, ആപ്പിളും ബാറ്ററിയും കൂടി എടുത്തേക്കാം. 3 ആപ്പിളുണ്ട് ഗൈസ്. നൈബറിനെ വന്നാൽ നൈബറിനെ എറിയാൻ പറ്റും. നൈബർ വരുന്നുണ്ട്. നൈബർ പോയെന്നാണ് തോന്നുന്നത്. ഇങ്ങോട്ട് വന്നില്ലെന്നാണ് തോന്നുന്നത്. ഇനി കുറച്ച് പതുക്കെ പോകാൻ. നൈബറിനെ ഡോർ തുറന്ന് എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റും. കണ്ട് ഗൈസ്, കണ്ട്. ഇയാളാണ് തിരിഞ്ഞു നിന്നിട്ട് കണ്ട. ഇയാൾ എന്തുവാനാണ്? വന്നേ. വാ പാട് തവാടോ. നൈബറിനെ പൂശിയിട്ടുണ്ട്. നൈബറെ ഉറക്കിയില്ല. നൈബറുടെ തൂങ്ങുവാണ് കറങ്ങി. ഗൈസ്, ഇപ്പോൾ ലെഫ്റ്റിലാണല്ലേ എക്സ്പ്ലോർ ചെയ്യട്ടെ. എന്താണ് സ്പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ? നമുക്ക് റൈറ്റ് ആണല്ലേ, ഒന്ന് നോക്കാം. ഇത് മറ്റേ സംഭവം ഗൈസ്, നമ്മുടെ മറ്റേ റോക്കറ്റ് എസ്കേപ്പ് വന്നത്. അതൊരു എസ്കേപ്പേ ഉള്ളു ഗൈസ്. അത് റോക്കറ്റ് എസ്കേപ്പ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ. നമ്മൾ ലെഫ്റ്റ് ഇടാണല്ലോ, ഒന്ന് നോക്കട്ടെ ഇവിടെ എന്താ ഉള്ളതെന്ന് നോക്കട്ടെ. ഇതല്ല ലെഫ്റ്റ് ഇടാണെന്ന് തോന്നുന്നു. ഗൈസ്, ഇത് തന്നെയാണ് ലെഫ്റ്റ്. ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. ഇവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും ഇല്ല. നമ്മളിവിടെ എത്തി.
ഇത് അടുത്ത ഡോർ ഗൈസ്. ഇവിടെ കോഡ് അടിക്കണം ഗൈസ്. ഇവിടെ കോഡ് അടിക്കണം ഗൈസ്. അതെ. ഓ ഗൈസ്, ഇതാണ് ഈ മറ്റേ നമ്മുടെ താഴെയുള്ള മിഷീൻ്റെ കുഴപ്പം. അടുത്ത് വന്ന ഇതിനെക്കാട്ടൊരു സീനാണ് മറ്റേ താമര, മറ്റേ റെയിൻബോ കളർ താമര. വാ വാ, ഇപ്പം നൈബറിനെ തുറക്കാം. ഓ ഗൈസ്, നൈബർ തെന്നി വന്നു നമ്മുടെ അടുത്ത്. നൈബർ ഇപ്പോൾ വരും, വരും. ഇല്ല, 5 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട്. നൈബർ അത് കുടുങ്ങായിരിക്കും ഗൈസ്. നൈബർ സെൻറ്റർ ഇട്ടാലും വന്നോളും, എങ്ങനെയെങ്കിലുമൊക്കെ വന്ന് കുടുങ്ങിക്കോളും. ഓ ഗൈസ്, നമ്മുടെ ഇവിടുത്തെ ചെസ്റ്റ് ഇതാണ്. അവിടുത്തെ ചെസ്റ്റിൽ പോലെ തന്നെ അവിടുത്തെ ചെസ്റ്റിൽ ഒന്നുമില്ലായിരുന്നു ഗൈസ്. ചെസ്റ്റിൽ നമ്മളൊന്നും വെച്ചിട്ടില്ല. നമ്മളെല്ലാം ഇൻവെൻ്ററി മറ്റേ ബാക്ക് പാക്കിലും ബെൽറ്റിലുമാണ് ഗൈസ്. ആ ബെൽറ്റിലൊക്കെ വെക്കാൻ പറ്റും ഗൈസ്. ഗൈസ് ഇവിടെ ഉണ്ടായി സാധനം. അയ്യോ ഗൈസ്, എന്താണ് നമ്മള് കറങ്ങി വന്ന വഴി കൂടെ? അയ്യോ, ഓ നമ്മുടെ ഉള്ളിൽ കൂടെ പോയിട്ട് എന്താണ്? ഓ പിടിച്ച നൈബർ പിടിച്ച് 125 രൂപ എടുക്കണം. നമ്മുടെ 400 രൂപ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ കൊടുത്തില്ല. പിന്നെയാണ് നമ്മൾ 0 രൂപയുള്ളപ്പോൾ കൊടുക്കാൻ പോകുന്നത്. ഇവിടെ ഫൈൻഡ് ദ ഓറഞ്ച് റെസിഡൻസി ഗൈസ്. ഓറഞ്ച് റെസിഡൻസി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലെഫ്റ്റിലാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനല്ലേ ഇവർ പറഞ്ഞത്. അയ്യോ, ആ സാധനമായിരുന്നു. ലെഫ്റ്റിലാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇതല്ലേ ഗൈസ്, ലെഫ്റ്റിലാണല്ലേ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത്. നൈബറുടെ നൈബർ. ഓ ഗൈസ്, ഈ സാധനമാണ് നമ്മളെ കായിനോട്ടം ഷോക്കടിപ്പിച്ചല്ല. ഓ ഗൈസ്, സാധാരണ ഈ സാധനം ഇത് അകത്തൂടെ ഗ്ലിച്ചായി പോകാറാണ്. പിടിച്ചേ ഗൈസ്. ഷോപ്പ് ഈസ് ക്ലോസ്ഡ് ഗൈസ്. നൈബർ അതിന് മണ്ടക്കേക്കറ കയറിയിരിക്കുകയാണ്. എന്നിട്ട് അങ്ങേർക്കൊന്നും ഓ ഗൈസ്, നമ്മളെ ഒരാളെ ഷോക്ക് അടിപ്പിച്ച് കഴിഞ്ഞാൽ അവസാനം പിന്നെ വർക്ക് ചെയ്തോളെന്നാണ് എനിക്ക് തോന്നുന്നത്. കളർ ലൈറ്റ് ഇട്ടിരിക്കുകയാണ് നൈബർ. നമ്മുടെ നൈബറില്ലേ, കണ്ണി കണ്ട കളർ ലൈറ്റ് എല്ലാം ഇട്ട് വെച്ചിരിക്കുകയാണ് നമ്മുടെ നൈബർ. 55 മിനിറ്റും കൂടി ഉണ്ട്. ഈ കണ്ണൊക്കെ എന്ത് കണ്ണാണ് എനിക്കറിയത്തില്ല. നമ്മളിതിനകത്ത് ആകെ ഒരു പ്ലാസ്റ്റിക് കണ്ണും പിന്നെ നമ്മുടെ പീറ്ററിൻ്റെ വീട്ടിൽ നിന്ന് സമ്മൺ കേം ഇൻടു ദ ലബോറട്ടറി ഗൈസ്. വന്ന് ഈ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്നേ കൊള്ളേ. ഓ ഗൈസ്, അത് കണ്ടോ, പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയാണ് ഗൈസ്. ഗൈസ് ദേ കണ്ടോ, ഈ കോഡ് എന്താണ് ഗൈസ്? കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കോഡൊന്നും കാണുന്നില്ലല്ലോ ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും കോഡുണ്ടോ? കാണുന്നില്ല ഗൈസ്. ടി വിയുടെ ഉള്ളിൽ വല്ലതും ഉണ്ട്. TV ഓണാക്കുമ്പോൾ കോഡ് വല്ലതും തെളിഞ്ഞു വരും ഗൈസ്. വരുവാ? അവിടെ സ്റ്റണ്ട് തെളിഞ്ഞു വരും TVക്കകത്തൂടെ ചിലപ്പോൾ. അറിയില്ല, നമ്മൾ ഞെക്കിയിട്ടൊന്നും വന്നില്ല. നമുക്ക് റൈറ്റ് ആണല്ലോ, ഇത് ലെഫ്റ്റ് ഇടാണല്ലേ ഗൈസ്. ലെഫ്റ്റ് ഇടാണല്ലാണ് ഗൈസ്. ഈ സാധനം നമ്മൾ നേരത്തെ കുറച്ചും കൂടി അപ്പുറത്തോട്ട് കൊണ്ടുവരണമെന്ന് തോന്നുന്നു. ഗൈസ് ഇവിടെ ഇട്ടാൽ മതി. ഇപ്പോൾ നൈബർ ഓടിച്ചിട്ടുണ്ട്. ക്ലോസ്. ഗൈസ് ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത സ്പിൻ. ഗൈസ് നൈബർ അവിടെ കുടുങ്ങി. നമ്മളും കുടുങ്ങിയെന്ന് തോന്നുന്നു. ഇല്ല ഗൈസ്, നമ്മൾ 5 സെക്കൻഡത്തേക്കായിരുന്നെന്ന് തോന്നുന്നു. അയ്യോ, ഇവിടെ ഉണ്ടായി സാധനം. ഗൈസ് പിടിച്ചേ നൈബർ പിടിക്കല്ലേ. പിടിച്ചില്ല ഗൈസ്, ഞാൻ പിടിച്ചെന്നാണ് വിചാരിച്ചത്. ഇവിടെ ആപ്പിളുണ്ട് ഗൈസ്. ഡോണറ്റ് ഇരിക്കുന്നു, 2 ഡോണറ്റ്. ഇതെന്തിനാണ്? ഗൈസിന് വല്ല ഫുഡ് കണ്ടിന് ബുള്ളറ്റായിട്ടുള്ള സാധനം വല്ലതും ആണോ ഇത് ഗൈസ്? ഗൈസ് അങ്ങനൊന്നും കാണാൻ ചാൻസ് ഇല്ല. നൈബർ എന്താണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അടിയിലൊക്കെ വന്നിരിക്കും. നമ്മളെ മറ്റേ
ഈ മാർസ് സിറ്റിയിലുണ്ടായിരുന്നപ്പോൾ ഹൗസിൻ്റെ അടിയിൽ വന്ന് നിന്ന് പോയി. ഗൈസ് നമ്മൾ നൈബറിനെ മണ്ടയ്ക്കോട്ട് കയറിച്ചാടി. തല കൊണ്ടക്കിട്ട് തന്നെ അടിച്ചിട്ടുണ്ട്. നൈബറിനൊന്നും പറ്റില്ല, നമ്മളെ പിടിച്ച് നൈബർ. ഗൈസ് ഓറഞ്ച് റെസിഡൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗൈസ് അത് മിക്കവാറും റൈറ്റ് ടണലിലാവാനാണ് ചാൻസ്. ഗൈസ് ലെഫ്റ്റ് ടണൽ എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്കൊന്നും കിട്ടില്ലേ. ഈ ഗൈസ് ചിലപ്പോൾ കോഡ് അടിച്ചിട്ട് ലെഫ്റ്റ് ടണലിൽ കാണും. ഗൈസ് നമ്മൾ കോഡ് അടിക്കണമെന്ന് തോന്നുന്നു. കണ്ടിട്ടില്ല. കണ്ട് നമ്മുടെ മറ്റേ ആ ഇതില്ലേ എട്ടുകാലി കണക്കതാ. ഗൈസ് ഇതെന്താണ് ഗൈസ്? അവിടെ മറ്റേ ഈ സാധനം മുറിച്ച് ചിപ്പിയുടെ ഉള്ളിൽ അതിന് ഡോണറ്റ് എടുക്കണം ഗൈസ്. അതിനാണ് ഗൈസ് നൈബർ പോയി. എവിടെയാണ് കൊടുക്കേണ്ടത്? വെക്കാനുള്ള ഓപ്ഷൻ ഒന്നും വരുന്നില്ലല്ലോ. ഗൈസ് ഇവിടെ ഇട്ട് കൊടുക്കണം. ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കണം. ഗൈസ് ടേക്ക് ദ കീ ഫ്രം ദ മോസ്. ഇതെന്ത് കീ ആണ് ഗൈസ്? ഡിജിറ്റലായിട്ടുള്ള പൊളി കീ ആണ് ഗൈസ്. സ്പെഷ്യലായിട്ടുള്ളൊരു കീ ആണ്. നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ വേണം. എസ്കേപ്പ് ചെയ്യാനായിട്ടാണ് എനിക്ക് ഗൈസ് ബാറ്ററി കണ്ടാ ഗൈസ്. നമ്മളെല്ലായിടത്തും ശ്രദ്ധിച്ച് നോക്കണം. എന്തെങ്കിലുമൊക്കെ കിട്ടും. കണ്ടോ ഇപ്പോൾ ഒരു ബാറ്ററി കിട്ടില്ല ഗൈസ്. സ്റ്റേ വരുന്നു വണ്ടി. അതായിരുന്നു നൈബറാണോ ഗൈസ്? നൈബർ ഇതിക്കേക്കടെങ്ങാണ് നടക്കുന്നത് ഗൈസ്. എവിടെ കൂടെ നടക്കുന്നുണ്ട്? ഇത് തന്നെ ഗൈസ്. ഗൈസ് നമ്മൾ ആ കീ വെറുതെ കളയാൻ. ഇനി ഈ ഗ്ലിച്ചായി പോകുമെന്ന് വിചാരിച്ചില്ല. ഇതുവരെ ഇതിനകത്ത് ഗ്ലിച്ചൊന്നും വന്നിട്ടില്ല. എന്നാലും റിസ്ക് എടുക്കേണ്ടെന്ന് കരുതിയാണ് ആപ്പിൾ എടുത്തത്. ആ ടൈമിൽ നൈബർ വന്നു. നമ്മുടെ എറിയുന്ന ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞേ വരത്തുള്ളൂ ഗൈസ്. അതിന് മുമ്പ് നൈബർ വന്ന് പിടിച്ചു. ആപ്പിൾ എടുക്കണ്ട ഗൈസ്. നമ്മൾ ഇവിടുന്നല്ലേ നേരത്തെ ആപ്പിൾ എടുത്താൽ പിന്നെ റീസ്പോൺ ആവും ഗൈസ്. നൈബർ ഇതുവരെ ഗൈസ് ഇവിടെ ഗൈസ് നമ്മുടെ ലെഫ്റ്റ് ടണലിൽ ഇത് മാത്രമേ ഉള്ളായിരുന്നു ഗൈസ്. റൈറ്റ് ടണലിൽ നോക്കണം. ഇനി എക്സ്പ്ലോർ ദ റൈറ്റ് ടണൽ ഗൈസ്. ഗൈസ് നമ്മളിപ്പോൾ അവിടുന്ന് മാറിയില്ലെങ്കിൽ നമ്മളെ കണ്ടേനെ ഗൈസ്. നമ്മൾ റൈറ്റ് ടണലാണോ ലെഫ്റ്റ് ടണൽ? ഗൈസ് അതിൻ്റെ മേൽക്കേക്കൂടെ ഞാൻ പോയോ എന്നിട്ടോ പോയോ. പക്ഷേ നൈബർ ഒന്ന് സ്പീഡിലാണ് വരുന്നത്. പക്ഷെ എന്താണ് ഞാൻ വിചാരിച്ച് പൈസ വല്ലതും ഞാൻ കൊടുത്തു കാണുമെന്ന്. ഒന്നും പറ്റിയില്ല. എക്സ്പ്ലോർ ദ റൈറ്റ് ടണൽ ഗൈസ്. എക്സ്പ്ലോർ ദ റൈറ്റ് ടണൽ. നമുക്ക് റൈറ്റ് ടണലിൽ എക്സ്പ്ലോർ ചെയ്യാനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇതാമൻ നമ്മുടെ സയൻറ്റിസ്റ്റാ. പിന്നെ അവിടെ അപ്പുറത്തേതൊരു അമ്മച്ചിയാണെന്ന് തോന്നുന്നു. മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് അതൊരു അങ്കിളാണ്. അവരുടെ ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ അല്ല അവരുടെ കൂടെ. ഗൈസ് കോഡ് 9907 9907. ഗൈസ് എന്താണ് സംഭവിച്ചത്? ഒന്നും പറ്റില്ലല്ലോ. ഗൈസ് എലവേറ്റർ ഇത് പുതിയ ഇഷ്ടം ഗൈസ്. അടച്ചു നോക്കിയിരിക്കോ. ഗൈസ് നൈബർ ഇപ്പുറത്തേക്കൂടെ വരുവാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. പറയാൻ പറ്റത്തില്ല ഗൈസ്. നമ്മളെ നൈബറിൻ്റെ ഉള്ളിൽ ഒരു ഞണ്ടല്ലേ, ചിലപ്പോൾ പറന്ന് വരാൻ ചാൻസ് ഉണ്ട്. ഗൈസ് എന്താ റോബോട്ട് എന്തോ പറ്റിയെന്ന് തോന്നുന്നു. എന്തോ കോഡ് കാണിക്കുന്നുണ്ട് ഗൈസ്. 88 52 ലാസ്റ്റ് കാണിച്ചത് ഗൈസ്. ഇപ്പം 6308 കാണിച്ചു ഗൈസ്. നമ്മളെന്ത് ചെയ്യണം ഗൈസ്? ഇനി എവിടാണ് കോഡ് അടിക്കാനുള്ളത്? നമ്മൾ വേറെ എവിടെയും കണ്ടില്ല ഗൈസ്. അവിടെ ഉണ്ടോ കോഡ്? ഇതേ സൈഡിലായിട്ട് നമ്മൾ വേറെ എവിടെയും കണ്ടില്ല. അവിടെ ആ സൈഡിൽ കാണും ഗൈസ്.
അതേന്ന് തോന്നുന്നു ഗൈസ്. ആ സൈഡിൽ എന്തോ ഒരു ബട്ടൺ പോലെ ഉണ്ടാ, അവിടെ ഡോർ ഓപ്പൺ ആക്കുന്ന അവിടെ ക്ലോസ്ഡ് എന്നും കാണിച്ചു. പിന്നെ താഴെ എന്തോ ബട്ടൺ ഉണ്ടായിരുന്നു ഗൈസ്. വേഗം വേഗം. ആ ഗൈസ് 6308. അതെ ഗൈസ്. ഗൈസ് ടേക്ക് ദ എനർജീസ് എല്ലാം. മറ്റേ ആ കുപ്പി. ഗൈസ് 2 എണ്ണം ഉണ്ടല്ലോ. ഗൈസ് ഇൻവെന്ററിയിൽ ഒരെണ്ണം കിടപ്പുണ്ട്. ഇവിടെ ബാക്കിലെ സ്പേസ് കഴിഞ്ഞ പ്രാവശ്യത്തെയാണ് ഗൈസ്. നമുക്ക് ഒട്ടുമില്ല. നമുക്ക് കുറേ സാധനം പിന്നെ എടുക്കാനുണ്ടായിരുന്നു. നമ്മളെ ചൂണ്ട, നമ്മളെ മാഗ്നറ്റ് ഒക്കെ കളഞ്ഞിട്ടാണ് ചൂണ്ടയൊക്കെ എടുത്തത്. നമ്മളെ മറ്റേ എന്തോ മാഗ്നറ്റ് എടുക്കണം. മാഗ്നറ്റ് എടുക്കാനായിട്ടാണ് ചൂണ്ട എടുക്കുക. മാഗ്നറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കളഞ്ഞു ഗൈസ്. പക്ഷെ ഇതെന്താണ് ഈ ഓപ്ഷൻ? ഞാൻ ഇവർ അടുത്ത് വന്നപ്പോഴാണ് ആ ഓപ്ഷൻ വരുന്നത് ഗൈസ്. നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണം കുറച്ചും കൂടി. ഗൈസ് നമ്മൾ ഇപ്പം എത്രാമത്തെ വട്ടമാണ് നമ്മൾ നൈബർ പിടിക്കുന്നത്? നമ്മൾ ഇൻസെർട്ട് ദ കൺസോൾ ഇൻ എന്തോ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. എനിക്ക് നമ്മൾ താക്കോലിട്ട സ്ഥലത്താണ് അത് ഇടണ്ടായിരുന്നു. ഇവിടെ തന്നെ ഗൈസ്. നമുക്ക് പ്രസ് ദ ലിവർ ഗൈസ്. ഈ ലിവർ കണ്ടോ ഗൈസ് നിങ്ങൾ? നമുക്ക് ആ റോബോട്ടിനും കൂടി കൊണ്ട് കൊടുത്താലാ? എന്തായാലും നമ്മൾ ഹെൽപ്പ് ചെയ്തല്ലേ ഗൈസ്. ഇത് വഴിക്കൂടെ ഒന്നും പോകണ്ട. റോബോട്ടിനെ കാണുവാണെങ്കിൽ കൊടുക്കാം ഗൈസ്. കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ എസ്കേപ്പ് ചെയ്യാം. പക്ഷെ എനിക്കാണ് നമുക്ക് ഇപ്പം റോബോട്ടിന് പവറായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇനി ഇവിടെ ഡോണറ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നു റോബോട്ടിന് ഇപ്പോൾ പവറായി കാണുമെന്നാണ്. അവിടെ ലിഫ്റ്റ് എവിടെയായിരുന്നു ഗൈസ്? അയ്യോ ലിഫ്റ്റ് എവിടെയായിരുന്നു? നൈബർ ഇവിടെ വല്ലതും ഉണ്ടോ? അയ്യോ ഗൈസ് പെട്ട്. നമുക്ക് തിരിച്ചു പോയാലോ? നൈബർ ഇവിടെ വന്ന് എന്തോ ഷോക്ക് അടിച്ചവിടെ നിൽപ്പുണ്ട് ഗൈസ്. നൈബർ പക്ഷെ എവിടെയായിരുന്നു നമ്മുടെ ലിഫ്റ്റ്? കാണുന്നില്ലല്ലോ. ഇവിടെ റൈറ്റ് ആണെങ്കിൽ കൂടെ അല്ലെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ ലെഫ്റ്റ് ആണെല്ലാണ് ഇപ്പൊ നിൽക്കുന്നത്. അയ്യോ ഗൈസ് പെട്ടു. അത് എവിടെയാണ് കാണുന്നില്ല. നമുക്ക് നേരെ അങ്ങ് എസ്കേപ്പ് ആവാം. എനിക്ക് മറ്റേ സംഭവം കിട്ടിയപ്പോൾ തന്നെ റോബോട്ട് എനിക്ക് പവറായി കാണുന്നു. ടാപ്പ് 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 ഗൈസ്. ടാപ്പ് ടാപ്പ്. ഗൈസ് നമ്മൾ ജയിച്ചു. ഗൈസ് എസ്കേപ്പായി. ഗൈസ് ഇവിടുത്തെ മറ്റേ പ്രൊട്ടക്ഷൻ ഷീൽഡ് മാറി ഗൈസ്. നമ്മളെ നോക്കി നൈബർ. നമ്മൾ ലൈറ്റ് ഓഫ് ആക്കി ഗൈസ്. നൈബറായിട്ട് പൂശാണെന്ന് തോന്നുന്നു. നൈബർ ബൂം ഗൈസ്. ഈ കണ്ണൊക്കെ എവിടെ നിന്ന് വന്നു? നമ്മളതിലാണോ ഗൈസ്? ഗൈസ് നമ്മള് ചടി. എന്താണ് നമ്മള് ഏലിയനാണ്. ഞണ്ട് നമ്മുടെ. അപ്പൊ ഗൈസ് അടുത്ത പാർട്ടി കാണാൻ നമ്മള് ഏലിയൻ അല്ലേക്കും നമുക്ക് നൈബറിന്റെ പവർ കിട്ടി. നൈബറിന്റെ പവർ അവിടെ. അപ്പൊ ഗൈസ് നമുക്ക് ആ പവർ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക്. അപ്പോൾ ഗൈസ് അടുത്ത പാർട്ട് ചാപ്റ്റർ 3-ലായിരിക്കും ബാക്കി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ ബൈ.